ഹായ് ചേച്ചി. ഹായ്. ഇപ്പം എല്ലാവർക്കും ചേച്ചിയെ പരിചയമായല്ലോ. അതെ, ഇന്ന് ഹോട്ട് ഓയിൽ മസാജ് ഇങ്ങനെ ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോഴും മുടി നല്ല ഇതായിരിക്കണം, ഫ്രഷായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഷാമ്പു ചെയ്തതിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ മുടിയിൽ കുറച്ച് അഴുക്കൊക്കെ പോയിട്ട് നല്ല ഫ്രഷായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ആദ്യം നമ്മളൊരു ഗ്യാസ് കത്തിച്ചതിന് ശേഷം പാത്രം വെച്ചതിന് ശേഷം പാത്രം ചൂടായതിനു ശേഷം അതിനെടുത്ത് വെച്ചിട്ട് ഈ ഓയിൽ നമ്മളിപ്പോൾ 1 ടീസ്പൂൺ പാത്രത്തിൽ കോക്കനട്ട് ഓയിൽ 1 സ്പൂൺ 1 സ്പൂൺ ഒലിവ് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പച്ചക്കർപ്പൂരം, ഒരു പീസ് പച്ചക്കർപ്പൂരം അതിലിട്ടതിന് ശേഷം ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയതിന് ശേഷം മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ ഹെയറിലോട്ട് അപ്ലൈ ചെയ്യുന്നു. അതായത് സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് നമ്മുടെ മനസ്സിനൊരു റിലാക്സിങ് കിട്ടുന്നു ഈ ഹോട്ട് ഓയിൽ മസാജിങ് എന്ന് വെച്ചാൽ. ഇപ്പോൾ കൂടുതലും ആളുകൾ ഓയിൽ ഉപയോഗിക്കുന്നില്ല അല്ലേ. അപ്പോൾ ഇടയ്ക്കെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്യുന്നത് നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുപോലെ തന്നെ ഓയിൽ തേക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു കുളിർമ കിട്ടുന്നുണ്ടല്ലേ. അല്ലെങ്കിലും ഒരു ഓയിൽ മസാജിങ് അതുകൊണ്ട് എപ്പോഴും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഓയിൽ ഉപയോഗിച്ചൊരു മസാജിങ് വേണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മുടി വളരാനും പിന്നെ ഈ കൂടുതലും താരനിപ്പം എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ താരനൊക്കെ അപ്പോൾ താരന് ഒന്ന് മാറിക്കിട്ടും, മുടി വളരാൻ, മുടി കൊഴിച്ചിൽ മാറും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ടൈമില്ലാതെ ഇങ്ങനെ ഓട്ടം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്താൽ നല്ലതാണ്. റിലാക്സിങ് മനുഷ്യനിപ്പോൾ ഇല്ലാത്ത ഒരു സംഭവം റിലാക്സിങ് ഇല്ലല്ലോ, എല്ലാവരും ഓടുന്നു. അതുകൊണ്ട് ഇതിപ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്താൽ നമുക്കൊരു ടെൻഷനൊക്കെ മാറി ഒരു റിലാക്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മസാജിങ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല എങ്കിലും നമ്മുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി, ഒന്ന് ഓയിൽ വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കറക്കി എടുക്കുക തലയിൽ. അപ്പോൾ പിന്നെ അത് ഈ മസാജിങ് എത്ര സമയം? 10 മിനിറ്റ് ചെയ്യുന്നത്. 10 മിനിറ്റ് ചെയ്തതിന് ശേഷം വേറെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട് ഹെയറിന്? സ്പാ ചെയ്യുന്നുണ്ട്, പിന്നെ ഹെന്ന. നമ്മളിങ്ങനെ ഓയിൽ തൊട്ടിട്ട് ഇങ്ങനെ ഫിംഗർ ടിപ്സ് വെച്ച് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്താൽ മതി, സ്വന്തമായിട്ട് ചെയ്യുന്നെങ്കിൽ. മനസ്സിലായില്ല, നമുക്ക് സ്വന്തമായിട്ട് 3 മസാജിങ് ഒന്നും കിട്ടത്തില്ല. ഒരാൾ ചെയ്യുന്നതാണ് ബെറ്റർ. ഒരു ബ്യൂട്ടീഷ്യനെ കണ്ട് ചെയ്യുന്നതാണ് നല്ലത്. ചേച്ചി ഹെയർ കട്ടിംഗ് ഒക്കെ ചെയ്യാറില്ലേ? ഏതൊക്കെ സ്റ്റൈലായിട്ട് ചെയ്യാറുണ്ട്? ഒരു 5-6 ടൈപ്സ് ചെയ്യാറുണ്ട്. അതിൽ UV, പിന്നെ റൈസർ കട്ടിങ്, പിന്നെ ഫെദർ, പിന്നെ മിക്സഡ് ഫെദർ, പിന്നെ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്ന കുറേ കട്ടിങ് ഉണ്ട്. ഏകദേശം 10 മിനിറ്റ് ഒക്കെ ആയിട്ട് ചെയ്തിട്ട് ഇനി അടുത്ത് എന്താണ്? ഇനി നമുക്ക് സ്റ്റീം കൊടുക്കണം. സ്റ്റീമർ വെച്ചിട്ട് സ്റ്റീം കൊടുക്കും. സ്റ്റീം നമ്മുടെ സ്കള്ളിലുള്ള പോർസ് തുറന്നിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റീം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ അഴുക്കും ഇതൊക്കെ മാറി നമുക്ക് ഫിനിഷാവും സ്കള്ള്. വീട്ടിലാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്ത് ടവലൊന്ന് ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞതിന് ശേഷം തലയിൽ 10 മിനിറ്റ് വെച്ചിരുന്നാൽ അപ്പോൾ നല്ല ഹോട്ട് കിട്ടും, സ്റ്റീം ആവും നന്നായിട്ട്. നിങ്ങളെല്ലാവരും ഈ ഹോട്ട് ഓയിൽ മസാജിങ് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. നിങ്ങളെല്ലാവരും അത് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ചെയ്യുന്നത് നിങ്ങളുടെ ടെൻഷനും ഒന്ന് മനസ്സിന് റിലാക്സേഷൻ കിട്ടാനും ഒക്കെ നല്ലൊരു
നല്ലൊരു ഹോം റെമഡീസാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് മസാജിങ് കൂടുതൽ കിട്ടണമെങ്കിൽ ഒരു ബ്യൂട്ടീഷ്യനെ തന്നെ കൺസൾട്ട് ചെയ്യുക. അല്ലാതെ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ടിപ്സൊക്കെ നേരത്തെ പറഞ്ഞു തന്നല്ലോ ഞാൻ. അതെല്ലാവരും ചെയ്യുക.